വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 431, അതായത് തിങ്കളാഴ്ച ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒരു എപ്പിസോഡിൻ്റെ ഒരു ചെറിയ TV പ്രോമോ കട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു പ്രോമോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ സീനിനെയാണ് അവർ പ്രോമോ ആക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോകാം. ആ ഒരു പ്രോമോ സീനിൻ്റെ ആദ്യം തന്നെ അടുക്കളയിൽ വെച്ചാണ് തുടങ്ങുന്നത്. അതായത് അടുക്കളയിൽ നീലു ഭയങ്കര ചൂട്ടോടെ നിൽക്കുമ്പോൾ ബാലു അവിടേക്ക് കയറി വന്നിട്ട് നിനക്ക് ഓഫീസിൽ പോകണ്ടേ എന്ന രീതിക്ക് നീലുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീലു ഭയങ്കര ദേഷ്യത്തോടെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഓഫീസിൽ പോകാനാണ്, അങ്ങനത്തെ ഒരു വീടാണല്ലോ ഇത് എന്ന രീതിക്കൊക്കെ ഭയങ്കര ചൂടായിട്ട് ബാലുവിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബാലു തിരിച്ച് ലച്ചു അവിടെ നിൽക്കുന്ന ബാക്കിൽ ലച്ചുവിനോട് ചോദിക്കും നിനക്ക് സഹായിച്ചൂടെ എന്ന രീതിക്ക് പറയുമ്പോൾ ലച്ചു ഞാൻ സഹായിക്കാറുണ്ട് എന്ന രീതിക്കൊക്കെ ലച്ചുവും പറയുന്നുണ്ട്. അപ്പോൾ നീലു ഇത് കേട്ടപാട് ദേഷ്യപ്പെടും, നീ എന്ത് സഹായിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയും തട്ടിയും മുട്ടിയൊക്കെ ഓരോന്ന് ചെയ്യും, അല്ലാതെ സഹായിക്കലൊന്നും അല്ല എന്ന രീതിക്ക് ദേഷ്യത്തോടെ ലച്ചുവിനെ നോക്കി പറയും. എല്ലാവരെയും നോക്കിയിട്ട് ഒരു കാര്യവും ഉത്തരവാദിത്തോടെ ചെയ്യാൻ അറിയില്ല എന്ന രീതിക്ക് ചീത്ത പറയുന്നുണ്ട് നീലു. എന്നിട്ട് ബാലുവിനെ നോക്കി ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ പാറുവിൻ്റെ കാര്യം എങ്ങനെ മര്യാദയ്ക്കൊന്ന് നോക്കിക്കൂടെ എന്ന രീതിക്ക് ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ ബാലുവിന് തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്, നീ ആദ്യം കത്തണത് നിർത്ത് എന്ന് പറഞ്ഞിട്ട് പാറുക്കുട്ടിയെ നോക്കി മക്കളെ ദോശ കഴിക്കുക എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ പാറുക്കുട്ടി തിരിച്ച് ബാലുവിനോട് പറയുന്നുണ്ട് അച്ഛൻ വാരി തന്നാലേ ഞാൻ കഴിക്കത്തുള്ളൂ എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് പിള്ളേരൊക്കെ ചിരിക്കുന്നുണ്ട്. അതിൽ കേശു പറയുന്നുണ്ട് അച്ഛനല്ലേ ഒരു ശീലം ഉണ്ടാക്കി കൊടുത്ത് അനുഭവിച്ചോ എന്ന രീതിക്ക് ഈ ഒരു സിറ്റുവേഷൻ നോക്കി കേശു പറയുന്നുണ്ട്. അപ്പോൾ ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് ബാലു കൂളായിട്ട് നീലിനോട് പറയുന്നുണ്ട് നീ ഓഫീസിൽ പോകാൻ നോക്കുക എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ നീല അപ്പോഴും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, ഇവിടുത്തെ കാര്യം ഓഫീസിലെ കാര്യം ഒക്കെ ഒരുമിച്ച് എന്നെ കൂടെ നോക്കാൻ പറ്റില്ല, ഒക്കെ തലയിൽ കയറി വട്ടാവുന്ന പോലെ ഉണ്ട് എന്ന രീതിക്ക് നീല് പറയുന്നുണ്ട്. അതവിടെ ആ ഒരു TV പ്രോമോ ഉണ്ടായി. അപ്പോൾ ആ ഒരു എപ്പിസോഡിൽ മെയിനായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു പ്രോമോ സീനിൽ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നീലു അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതും ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് പരിഭവം പറയുന്നതും ബാലുവും തിരിച്ച് ചൂടാവുന്നതും അങ്ങനെ പാറുക്കുട്ടീൻ്റെ കാര്യം നോക്കണതായിരുന്നു, ഇങ്ങനെ പണിയുടെ കാര്യം പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഒരു ക്ലാഷ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ക്ലാഷ് തന്നെയായിരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. പിന്നെ ഈ ഒരു പ്രോമോ കണ്ടിട്ട് നമുക്ക് മെയിനായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ 1 വീക്ക്, അതായത് ഒരാഴ്ചയ്ക്ക് ശേഷം ആ ഒരു പൂച്ചയുടെ കണ്ടൻറ്റിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ഫ്രഷ് കണ്ടൻറ്റിലേക്ക് പോയ മാതിരി തോന്നുന്നത്. പക്ഷേ ഇതൊരു സീനായതുകൊണ്ട് എപ്പിസോഡ് മുഴുവനായിട്ട് വിശ്വസിക്കാനും പറ്റില്ല. എപ്പിസോഡ് ചിലപ്പോൾ പൂച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് പൂച്ച ഉണ്ടാവുന്നത് ഒരു വിഷയമേ അല്ല, പൂച്ച ഉണ്ടായാൽ അടിപൊളി തന്നെയാണ്. പക്ഷേ ആ ഒരു പൂച്ചയെ ബേസ് ചെയ്തിട്ട് മാത്രം കഥ ഇങ്ങനെ പോകുന്നത് വേറൊരു കണ്ടൻറ്റും ഇല്ലാത്തതുപോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. നമ്മളെ പോലെ കുറേ ഓഡിയൻസും ഉണ്ട്. കഴിഞ്ഞ ഒരാഴ്ചത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാക്കണം വെറും പൂച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൂച്ചേനെ മാത്രം മെയിനായിട്ട് കാണിച്ചുകൊണ്ടിരുന്നുള്ളൂ, ബാക്കി ഒരു കണ്ടൻറ്റും അവർ അധികം പ്രാധാന്യം കൊടുക്കാത്ത പോലെ തോന്നി. അങ്ങനെയല്ലാതെ പൂച്ചയും ഒരു ക്യാരക്ടറായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇടയ്ക്ക് 1-2 സീന് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് പൂച്ചേൻ്റെ ബേസ് ചെയ്തിട്ട് പോകണ പോലെ ആയാലും അടിപൊളിയായിരിക്കും. അല്ലാതെ ഫുള്ളായിട്ട് പൂച്ചേൻ്റെ ബാക്കിൽ പോകുമ്പോൾ കണ്ടൻറ്റ് വഴിമാറി പോകുന്നത് പോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഒരു പ്രോമോയിൽ നമുക്ക് മെയിനായിട്ട് ഓഡിയൻസിനോട് പറയാനുള്ളത്, ഈ പ്രോമോ കണ്ടവർക്ക് മനസ്സിലാക്കണം അതിൻ്റെ താഴെ പ്രോമോൻ്റെ താഴെ എപ്പോഴും ഡേറ്റ് ഇട്ടിട്ടുണ്ടാകും എപ്പോഴാണ് എപ്പിസോഡ് ടെലികാസ്റ്റ് ആവുക എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പ്രോമോൻ്റെ താഴെ നാളെ വൈകിട്ട് 6:30 എന്ന രീതിക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ശനിയാഴ്ച ടെലികാസ്റ്റ് ആവും എന്ന രീതിക്കാണ് പ്രോമോയിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം നമുക്കറിയാം ഒരു 3-4 മാസമായിട്ട് ഇപ്പോൾ ശനിയാഴ്ച എപ്പിസോഡുകളില്ല എന്ന്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്നൊരു പരിപാടിയാണ് ആ ഒരു സമയത്ത് ശനി ഞായറും ടെലികാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണമാണ് ഉപ്പുമുളക് മാറ്റി നിർത്തിയത്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു പ്രോമോയിൽ ആ ഒരു ഡേറ്റ് കണ്ടപ്പോൾ എല്ലാവരും ശനിയാഴ്ച എപ്പിസോഡ് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിരുന്നവർ കുറേ പേരുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, അതൊരു ബൈ മിസ്റ്റേക്ക് മാത്രം വന്നതാണ്. ശനിയാഴ്ച വൈകുന്നേരം 6:30 മ്യൂസിക്കൽ വൈഫ് തന്നെയാണ് ടെലികാസ്റ്റ് ആവാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് തിങ്കളാഴ്ച മാത്രമേ വരികയുള്ളൂ. അതായത് നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.